Welcome to our Vacation Spoken English class. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലും ഒരു മനോഹരമായ കഥയിലൂടെ ഡെയിലി യൂസിൽ നമുക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഈസിയായി നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്ന കഥയാണ് ദ ഫ്രണ്ട്ലി ഡോൾഫിൻ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഡോളി ഇസ് എ ഡോൾഫിൻ who lives in the ocean. സമുദ്രത്തിൽ താമസിക്കുന്ന ഒരു ഡോൾഫിനാണ് ഡോളി. ഈ സെൻറ്റൻസ് നോക്കിക്കേ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്നത് ഡോളി ഒരു ഡോൾഫിനാണ്. ഡോളി ഇസ് എ ഡോൾഫിൻ. ഇനി നമ്മൾ ഡോളിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണ്. ഡോളി സമുദ്രത്തിലാണ് താമസിക്കുന്നത്. ഹു ലിവ്സ് ഇൻ ദ ഓഷ്യൻ. ഹു ലിവ്സ് ഇൻ ദ ഓഷ്യൻ. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയുവാൻ നമുക്ക് ഹു യൂസ് ചെയ്യുവാൻ സാധിക്കും. മൈ ഫ്രണ്ട് ഹു ലിവ്സ് ഇൻ കോഴിക്കോട് ഇസ് കമ്മിങ് ടുഡേ. കോഴിക്കോട് താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റൻസിലെ മെയിനായിട്ടുള്ള വ്യക്തിയെ പറയുക. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ മെയിനായിട്ട് എൻ്റെ സുഹൃത്തല്ലേ, മൈ ഫ്രണ്ട്. എൻ്റെ എന്ന് പറയുമ്പോൾ മൈ ഫ്രണ്ട്. ഇനി നമ്മൾ സുഹൃത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണ്. കോഴിക്കോട് താമസിക്കുന്ന എൻ്റെ സുഹൃത്ത്. ഹു ലിവ്സ് ഇൻ കോഴിക്കോട് ഇസ് കമ്മിങ് ടുഡേ. ഇന്ന് വരുന്നുണ്ട്. വരുക എന്ന വാക്കാണ് കം. വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ING ചേർക്കുക. കമ്മിങ്. ഇസ് കമ്മിങ് എപ്പോൾ? ഇന്ന്. ടുഡേ. മൈ ഫ്രണ്ട് ഹു ലിവ്സ് ഇൻ കോഴിക്കോട് ഇസ് കമ്മിങ് ടുഡേ. തൃശ്ശൂരിൽ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? തൃശ്ശൂരിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് ഇന്ന് വരുന്നുണ്ട്. മൈ ഫ്രണ്ട്. ഇനി നമ്മൾ ആ സുഹൃത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണ്. തൃശ്ശൂർ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത്. ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അതിന് മുമ്പായി ഹു വയ്ക്കുക. ഹു ലിവ്സ് ഇൻ തൃശ്ശൂർ ഇസ് കമ്മിങ് ടുഡേ. ഇന്ന് വരുന്നുണ്ട്. ഇസ് കമ്മിങ് ടുഡേ. അപ്പോൾ പാലക്കാടുള്ള ഒരു ചേട്ടനാണ് ശശിചേട്ടൻ. അപ്പോൾ ശശിചേട്ടൻ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ ശശിചേട്ടൻ ചോദിക്കുകയാണ്, ഓ കുട്ടിയായി, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് രാജു, അവൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, അവൻ ഇന്ന് വരുന്നുണ്ട് കുട്ടിയായി, അത് എങ്ങനെ ഇംഗ്ലീഷ് കൂട്ടണം? അപ്പോൾ നമ്മുടെ ശശിചേട്ടൻ പറയുകയാണ്, ബൈജു. ഓ കുട്ടിയെ ബൈജു അല്ല കുട്ടിയെ രാജു, നീ കളിക്കുകയാണ്, നീ രാജു എന്ന് വെച്ച് പറയേ. അപ്പോൾ നമുക്ക് പറയാം, രാജു ഹു ലിവ്സ് ഇൻ ട്രിവാൻഡ്രം ഇസ് കമ്മിങ് ടുഡേ. നമ്മൾ ആദ്യം ഏത് വ്യക്തിയെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തി ആദ്യം വയ്ക്കുക. രാജു ഇന്ന് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുകയാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന രാജു. ഹു ലിവ്സ് ഇൻ ട്രിവാൻഡ്രം ഇസ് കമ്മിങ് ടുഡേ. അപ്പോൾ ഈ രീതിയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയുവാൻ നമുക്ക് ഹു ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഷീ ഈസ് സ്വിമ്മിങ് വിത്ത് ഹർ ഫ്രണ്ട്സ്. അവൾ കൂട്ടുകാരോട് കൂടെ നീന്തുകയാണ്. ഷീ ഈസ് സ്വിമ്മിങ് വിത്ത് ഹർ ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്ക് വിത്ത്. കൂടെ എന്നർത്ഥമാണ് വിത്തിൽ വരുന്നത്. ഐ ആം സ്റ്റഡിയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ വയ്ക്കുക. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാനല്ലേ മെയിൻ. ആദ്യം ഐൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ നമ്മൾ ആം ആണ് ചേർക്കേണ്ടത്. ഐ ആം
ഇനി പഠിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ING ചേർക്കുക. I am studying. ആരുടെ കൂടെ? ഫ്രണ്ട്സിൻ്റെ കൂടെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. With my friends. I am studying with my friends. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്. I am going with my friends. I am going with my friends. ഇനി നമ്മളൊരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചു. ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞങ്ങൾ അവരുടെ കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഒന്നിൽ കൂടുതൽ ആളുകളില്ലേ നമ്മളെന്ന് പറയുമ്പോൾ? വി ആർ. ഇനി ആക്ഷൻ, പോവുകയാണ്. ഗോയിങ് ആരുടെ കൂടെ? അവരുടെ കൂടെ. വിത്ത് ദെം. അവരെന്ന് പറയുമ്പോൾ ദെം യൂസ് ചെയ്യുക. വി ആർ ഗോയിങ് വിത്ത് ദെം. ഞങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്. ഞങ്ങൾ അവരുടെ കൂടെ വരികയാണെന്ന് എങ്ങനെ പറയും? വരിക എന്ന് പറയുമ്പോൾ കമ്മിങ്. വി ആർ കമ്മിങ് വിത്ത് ദെം. വി ആർ കമ്മിങ് വിത്ത് ദെം. അവൻ അവരുടെ കൂടെ പോവുകയാണ്. അവനെന്ന് പറയുമ്പോൾ ഹി. വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ് ചേർക്കുക. ഹി ഈസ് ഗോയിങ് വിത്ത് ദെം. അവൻ അവരുടെ കൂടെ പോവുകയാണ്. രാഹുൽ അവരുടെ കൂടെ പോവുകയാണ്. രാഹുൽ ഇസ് ഗോയിങ് വിത്ത് ദെം. സോന അവരുടെ കൂടെ വരികയാണ്. സോന ഇസ് കമ്മിങ് വിത്ത് ദെം. അപ്പോൾ ഈ രീതിയിൽ കൂടെ എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. എ ലോസ്റ്റ് ഫിഷ് ഇസ് ആസ്കിങ് ഡോളി ഫോർ ഹെൽപ്പ്. വഴി മറന്നുപോയ ഒരു മീൻ ഡോളിയോട് സഹായം ചോദിക്കുകയാണ്. നമുക്കറിയാം, ഡോൾഫിൻ സഹായിക്കാൻ മനസ്സുള്ള കടലിലെ അത്യാവശ്യം ഒരു വലിയ ജീവിയാണ്. അപ്പോൾ ഇവിടെ ആ മത്സ്യം ഡോൾഫിനോട് സഹായം ചോദിക്കുകയാണ്. സഹായത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഫോറിൻ്റെ അർത്ഥം വേണ്ടി എന്നാണ്. ഫോറിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ സാധിക്കും. ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തികളെ വയ്ക്കുക. ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വി ആർ. ഇനി നമ്മൾ കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ്റെ കൂടെ എപ്പോഴും ING ചേർക്കുക. വി ആർ വെയിറ്റിംഗ്. എന്തിനു വേണ്ടി? ബസ്സിന് വേണ്ടി. ഏത് ബസ്സാണെന്ന് നമുക്കറിയാം. അങ്ങനെ സ്പെസിഫിക് ആയൊരു കാര്യം പറയുമ്പോൾ അതിന് മുമ്പായി ദ ചേർക്കുക. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരെന്ന് പറയുമ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇനി ശരിക്കും ബസ്സിന് കാത്തു നിൽക്കുന്നത് ഞാനാണ്. ഞാൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നെങ്ങനെ പറയും? ഞാനെന്ന് വരുമ്പോൾ I am waiting. എന്തിനു വേണ്ടി? ബസ്സിന് വേണ്ടി. For the bus. I am waiting for the bus. ഞങ്ങൾ അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവനാണ് ലേറ്റ് ആക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. We are waiting. ആർക്ക് വേണ്ടി? അവന് വേണ്ടി. For him. അവനെന്ന് പറയുമ്പോൾ ഹിം വയ്ക്കുക. We are waiting for him.
ഞങ്ങൾ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവളെന്ന് പറയുമ്പോൾ ഹെർ. വി ആർ വെയിറ്റിംഗ് ഫോർ ഹെർ. ഞങ്ങൾ സ്നേഹയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ സ്നേഹ. വി ആർ വെയിറ്റിംഗ് ഫോർ സ്നേഹ. അപ്പോൾ ഈ രീതിയിൽ ഫോർ യൂസ് ചെയ്ത് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി കഥ തുടരാം. ഡോളി ഈസ് ഗൈഡിങ് ദ ഫിഷ് ബാക്ക് ടു ഇറ്റ്സ് ഹോം. ഡോളി മത്സ്യത്തെ അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട വാക്ക് ബാക്ക് ടു. ഐ ആം കമ്മിങ് ബാക്ക്. ഞാൻ തിരിച്ചു വരികയാണ്. ഐ ആം കമ്മിങ് ബാക്ക്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ എവിടെ എത്തി? നമ്മൾ പോവുകയാണോ? അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ തിരിച്ചു വരികയാണ്. ഐ ആം കമ്മിങ്. കാരണം നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മിങ് ബാക്ക്, തിരിച്ചു വരികയാണ്. അത് കാരണമാണ് ബാക്ക് യൂസ് ചെയ്തത്. ഇനി ഞാനല്ല, ഞങ്ങൾ തിരിച്ചു വരികയാണ്. വി ആർ കമ്മിങ് ബാക്ക്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വി ആർ കമ്മിങ് ബാക്ക് ടു അവർ ഹോം. വി ആർ കമ്മിങ് ബാക്ക്, നമ്മുടെ വീട്ടിലേക്ക്. ടു അവർ ഹോം. ഒരു ഡിറക്ഷൻ കാണിക്കുവാനാണ് ടു യൂസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? നമ്മുടെ വീട്ടിലേക്ക്. ടു അവർ ഹോം. നമ്മുടെ എന്നർത്ഥമാണ് അവരിൽ വരുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വി ആർ കമ്മിങ് ബാക്ക് ടു അവർ ഹോം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഐ ആം കമ്മിങ് ബാക്ക് ടു മൈ ഹോം. ഐ ആം കമ്മിങ് ബാക്ക് ടു മൈ ഹോം. അവർ ദുബായിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ദേ ആർ ട്രാവലിംഗ് ബാക്ക് ടു ദുബായ്. അവരെന്ന് പറയുമ്പോൾ ദേ ആർ ട്രാവലിംഗ് ബാക്ക് ടു ദുബായ്. അവർ വെക്കേഷന് വന്നതായിരുന്നു. അപ്പോൾ അവർ ദുബായിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. സെൻറ്റൻസിലെ മെയിൻ വ്യക്തികൾ ആരാ? അവർ. അപ്പോൾ ആദ്യം ദേ വയ്ക്കുക. ഒന്നിൽ കൂടുതൽ വ്യക്തികളില്ലേ അവരെന്ന് പറയുമ്പോൾ? ദേൻ്റെ കൂടെ എപ്പോഴും ആർ. ദേ ആർ ട്രാവലിംഗ്, തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ദേ ആർ ട്രാവലിംഗ് ബാക്ക്, എങ്ങോട്ട്? ദുബായിലേക്ക്. ടു ദുബായ്. ദേ ആർ ട്രാവലിംഗ് ബാക്ക് ടു ദുബായ്. അവർ ദുബായിലേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ ലണ്ടനിലേക്കാണ് തിരിച്ച് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ലണ്ടനിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. വി ആർ ട്രാവലിംഗ് ബാക്ക് ടു ലണ്ടൻ. വി ആർ ട്രാവലിംഗ് ബാക്ക് ടു ലണ്ടൻ. ഞങ്ങൾ ഈ തിങ്കളാഴ്ച ലണ്ടനിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. വി ആർ ട്രാവലിംഗ് ബാക്ക് ടു ലണ്ടൻ ദിസ് മൺഡേ. ഈ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ദിസ് മൺഡേ. വി ആർ ട്രാവലിംഗ് ബാക്ക്, സ്ഥലത്തിന് മുമ്പ് ടു വയ്ക്കുക, ഒരു ഡയറക്ഷൻ കാണിക്കുകയല്ലേ. ടു ലണ്ടൻ ദിസ് മൺഡേ. ശരിക്കും നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലേക്കാണ്. അപ്പോൾ ടു ട്രിവാൻഡ്രം എന്ന് വരും. വി ആർ ട്രാവലിംഗ് ബാക്ക് ടു ട്രിവാൻഡ്രം ദിസ് മൺഡേ. ഞങ്ങൾ ട്രിവാൻഡ്രത്തിലേക്ക് ഈ മൺഡേ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. വി ആർ ട്രാവലിംഗ് ബാക്ക്, എങ്ങോട്ട്? തിരുവനന്തപുരം. ടു ട്രിവാൻഡ്രം, എപ്പോൾ? ഈ തിങ്കളാഴ്ച. ദിസ് മൺഡേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഡോളി എന്ന ഡോൾഫിൻ ആ കുഞ്ഞു മത്സ്യത്തെ തിരിച്ച് അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ദ ലിറ്റിൽ ഫിഷ് താങ്ക്ഡ് ഡോളി. ആ ചെറിയ മീൻ
ഡോളിയോട് നന്ദി പറഞ്ഞു. താങ്ക് എന്ന് വെച്ചാൽ നന്ദി. നമ്മൾ നന്ദി പറഞ്ഞു കഴിയുമ്പോൾ താങ്ക്ഡ് എന്ന് വേണം ഉപയോഗിക്കുവാൻ. ഇവിടെ ആ മത്സ്യം നന്ദി പറഞ്ഞു കഴിഞ്ഞല്ലോ. ദ ലിറ്റിൽ ഫിഷ് താങ്ക്ഡ് ആരെ? ഡോളി. അവർ ഞങ്ങളോട് നന്ദി പറഞ്ഞു. നമ്മൾ അവർക്ക് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്തു. അവർ ഞങ്ങളോട് നന്ദി പറഞ്ഞു. They thanked us. ആദ്യം സെൻറ്റൻസിന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് അവരാണ് നമ്മളോട് നന്ദി പറഞ്ഞത്. ആദ്യം ദേ, ഇനി നന്ദി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ താങ്ക്ഡ് ആരെ? നമ്മളോടാണ് നന്ദി പറഞ്ഞത്. അസ്. ദേ താങ്ക്ഡ് അസ്. അവർ ഞങ്ങളോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരോട് നന്ദി പറഞ്ഞു. വി താങ്ക്ഡ് ദം. അവരോട് എന്ന് പറയുമ്പോൾ ദം. വി താങ്ക്ഡ് ദം. നമ്മൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ അവരോട് നന്ദി പറഞ്ഞു. വി താങ്ക്ഡ് ദം. ഞാൻ അവരോട് നന്ദി പറഞ്ഞു. ഞാനെന്ന് വരുമ്പോൾ ഐ. ഇനി നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ താങ്ക് എന്ന് വരുമോ, താങ്ക്ഡ് എന്ന് വരുമോ? വെരി ഗുഡ്. ഐ താങ്ക്ഡ് ദം. ഞാൻ അവരോട് നന്ദി പറഞ്ഞു. സോന താങ്ക്ഡ് ദം. സോന അവരോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഥയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നും 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇംഗ്ലീഷിൽ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രിവാൻഡ്രത്തിൽ താമസിക്കുന്ന എൻ്റെ ബ്രദർ ഇന്ന് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തിൽ താമസിക്കുന്ന എൻ്റെ ബ്രദർ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ആദ്യം വ്യക്തിയെ പറയുക, വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയുക, എന്നിട്ട് ആക്ഷൻ പറയുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്. നമ്മൾ പുറത്തെങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് വരുമ്പോൾ അവർ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. തേർഡ് സെൻറ്റൻസ്. പ്രിയ അവരോട് നന്ദി പറഞ്ഞു. പ്രിയ അവരോട് നന്ദി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ സെൻറ്റൻസസ് കമൻറ്റ് ബോക്സിൽ എഴുതുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.